ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ കൊടൈക്കനാൽ ട്രിപ്പിൻ്റെ തേർഡ് ഡേ, അതായത് നമ്മുടെ ലാസ്റ്റ് ഡേ ആയിട്ട് വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഈ ലാസ്റ്റ് ഡേ വിശേഷങ്ങളിലേക്ക് പോയാലോ? ഓക്കെ, നല്ല അടിപൊളി ഒരു കൂൾ മോർണിംഗ് ആയിരുന്നു കേട്ടോ. ഞങ്ങളുടെ റൂമിൻ്റെ വിശേഷങ്ങളൊന്നും നിങ്ങളായിട്ട് ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും റൂമിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പം എന്തായാലും നിങ്ങൾക്കും അറിയാൻ പറ്റുമല്ലോ നമ്മൾ എത്രത്തോളം ഹൈജീനിക് ആയിട്ടുള്ളൊരു പ്ലേസിലാണ് ഈ ഒരു 3 ദിവസം ഇവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നിങ്ങളിനി കൊടൈക്കനാലിൽ വരുന്ന സമയത്ത് നിങ്ങൾക്കും ഇത് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു ഈ ഒരു വീഡിയോ. കാരണം നമ്മൾ ഈ റൂമുകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു വൈബും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് യൂസ്ഫുൾ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇതാണ് ഇവിടുത്തെ ബാത്റൂം എന്ന് പറയുന്നത്. ബാത്റൂമൊക്കെ നല്ല ക്ലീൻ തന്നെയായിരുന്നു, ഒരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല വൃത്തിയുള്ള ടോയ്ലറ്റ് ആണെങ്കിലും ശരി. അതുപോലെ തന്നെ നമുക്ക് ഹീറ്ററൊക്കെ ഉണ്ടായിരുന്നു. സോ അതിൻ്റെ ഒരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. കുളിക്കാനൊക്കെ നല്ല ചൂടുള്ളത് തന്നെ നമുക്ക് കുളിക്കാനൊക്കെ പറ്റും. പിന്നെ എന്ന് പറയുന്നത് ഇവിടുത്തെ അടുത്ത റൂം എന്ന് പറയുന്നത് ഇവിടെയാണ് കേട്ടോ, സെക്കൻഡ് റൂം വരുന്നത്. അപ്പം ഇതിൻ്റെ ഉള്ളിലും അങ്ങനെ തന്നെ കുഴപ്പമൊന്നുമില്ല, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇപ്പം ഞങ്ങളിത് തേർഡ് ഡേ ആണല്ലോ നമ്മൾ എടുക്കുന്നത്. അപ്പം അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു എന്താ പറയുക, ആ ഒരു ഇതൊക്കെ ഡിസ്ട്രാക്ഷൻസും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ കാണാനുള്ളൂ. അല്ലാത്ത പക്ഷം നോക്കുകയാണെങ്കിൽ ഇവിടെ അടിപൊളിയാണ്. ഇത് ഞങ്ങളുടെ പണിയാണ് ഇങ്ങനെയൊക്കെ ആക്കി വെച്ചത്. അപ്പം അതൊക്കെയാണ് റൂമിൻ്റെ വിശേഷങ്ങൾ, താഴത്തെ റൂമിൻ്റെ. പിന്നെ നമുക്ക് മുകളിലും ഉണ്ടല്ലോ കുറച്ച് റൂംസും കൂടി മുകളിലുണ്ട്. അപ്പം അവിടേക്ക് നോക്കുകയാണെങ്കിൽ അവിടെയും ഇതുപോലെ തന്നെയാണ്, നല്ല ഹൈജീനിക് ആയിട്ടുള്ള റൂംസ് തന്നെയാണ് അവിടെയും കാണുന്നത്. ഇങ്ങനെ ഓപ്പൺ ചെയ്ത് പോകുന്ന സമയത്ത് 2 റൂംസാണ് ഇങ്ങനെ കാണാൻ പറ്റുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ വേറൊരു റൂം വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇത്രയും പേർക്ക് താമസിക്കാൻ, നമുക്കൊരു 15 പേരുണ്ടെങ്കിൽ താമസിക്കാൻ പറ്റുന്നൊരു റൂം തന്നെയാണ് കേട്ടോ. ഈ ഒരു ലോഡ്ജ് എടുക്കുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ തന്നെയായിരിക്കും. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള എന്താ പറയുക, ബെഡ്ഷീറ്റ് ആണെങ്കിലും ശരി, ബാക്കി എല്ലാ കാര്യങ്ങളും, സറൗണ്ടിങ്സ് ആണെങ്കിലും ഫ്ലോർസ് ആണെങ്കിലും ഒക്കെ തന്നെയാണെങ്കിലും വളരെ നീറ്റായിട്ടുള്ള ഒരു കാര്യങ്ങളും ഒക്കെ തന്നെയാണ് അവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടെ വന്നിട്ട് റൂം എടുക്കാം കേട്ടോ. നമ്പർ ഞാൻ മുന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്, ഈ ഒരു വീഡിയോയിലും ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു നമ്പറിലൊക്കെ കോൺടാക്റ്റ് ചെയ്തിട്ട്, ദണ്ഡപാണി എന്നാണ് അവരുടെ പേര്. സോ നിങ്ങൾ നല്ല ഫുഡും ആണ് കേട്ടോ, ഒന്നും പറയാതിരിക്കാൻ വയ്യ. രാവിലത്തെ ഇഡ്ഡലി ആണെങ്കിലും ശരി, ദോശ, ചട്നി, സാമ്പാർ എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ അവരുടെ ഡിണ്ടിഗൽ ബിരിയാണി. അപ്പോൾ തേർഡ് ഡേ നമ്മൾ ഫസ്റ്റ് ആയിട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. നമ്മൾ പോകുന്നത് പൂണ്ടിയിലേക്കാണ് കേട്ടോ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വെള്ളുള്ളി കൃഷിയൊക്കെയാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നുണ്ടായിരുന്നത്. ഇന്ന് പൂണ്ടി മാത്രമേ പോകുന്നുണ്ടായിരുന്നുള്ളൂ. മല ക്യാമ്പയർ അടക്കമുള്ള പൈസ അതധികം അല്ലല്ലോ അല്ലേ? അല്ല, അങ്ങനെ റൂമിന് നമ്മളെ റൂമിന്റെ കേസിൽ കാരണം 5 റൂമുണ്ട്.
റൂം കിട്ടി ഞാൻ അവിടെ പോയി പോയിട്ട് നേരെ ഒരു 4 മണിയൊക്കെ ഇറങ്ങി അവിടെ പോയിട്ട് അപ്പോൾ നമ്മുടെ റൂമിനെ കുറിച്ചുള്ള ഡിസ്കഷൻ കേട്ടിട്ട് എന്ത് തോന്നുന്നു? നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അതൊന്ന് അറിയിക്കണേ. അപ്പോൾ ഞാനിതേ കണ്ണടച്ച് ആ പാട്ടൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴാണ് അനിയത്തി അവിടെയുള്ള വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ റൂം വെക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്നല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ പുറത്തുനിന്നാണ് കഴിക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ ഈ ഒരു ദിവസം. അതുകൊണ്ട് തന്നെ വേഗം തന്നെ വെക്കേറ്റ് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് തേടി പോവുമായിരുന്നു പിന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ കുറേ നേരം യാത്ര ചെയ്തപ്പോഴാണ് ഞങ്ങൾക്ക് ശരിക്കും ഒരു റെസ്റ്റോറൻറ്റ് കിട്ടിയത്. അവിടെ നിന്ന് നമ്മൾ ഒരു ദോശയൊക്കെ ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നു. പലരും അവർക്കിഷ്ടമുള്ള ഓരോരോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ വണ്ടി കയറിയിട്ട് നമ്മൾ ഇനി പോകാൻ പോകുന്നത് നമ്മൾ പൂണ്ടിയിലേക്കാണ്. ഇത് ആ റെസ്റ്റോറൻറ്റിലെ പൂച്ചക്കുട്ടിയാണ് കേട്ടോ. ഇവിടെ ഒരുപാട് പൂച്ചക്കുട്ടികളുണ്ട്. അപ്പോൾ നമ്മൾ കുറേ നേരം നല്ല ഭയങ്കര ക്യൂട്ടായത് കാരണം കുറേ നേരം വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അവർ നന്നായിട്ട് ഇണങ്ങിയിട്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ കണ്ടപ്പോൾ പേടിച്ചോടിയൊന്നുമില്ല. നല്ല ഇണക്കമുള്ള ടൈപ്പ് പെറ്റുകളായിരുന്നു രണ്ടെണ്ണം. അപ്പോൾ നമ്മളിതേ ഇങ്ങനെ ഈ മലകളുടെയും കാടുകളുടെയും നടുവിലൂടെയാണ് കേട്ടോ യാത്ര പോകുന്നത്. അപ്പോൾ ആണെങ്കിൽ പുറത്തുള്ള കാഴ്ചകൾ കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടോ മലകളൊക്കെ നന്നായിട്ട് നല്ല വ്യൂ ഉണ്ട്. അവിടെ മഞ്ഞ് മൂടി കിടക്കുന്നുണ്ട്. അപ്പം നല്ലൊരു വ്യൂ തന്നെയാണ് അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി വരുമ്പോഴും ഉള്ളൊരു കാഴ്ച എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങളിത് ഈ കാടും മലയൊക്കെ താണ്ടി തന്നെയാണ് പോകുന്നത്. പക്ഷേ ഇതൊന്നും അവസാനിക്കുന്നില്ല. നമ്മൾ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പല എന്താ പറയുക മരങ്ങളാണെങ്കിലും ഒക്കെ ശരി അവിടെ ഇങ്ങനെ നമുക്കിങ്ങനെ കാണാമായിരുന്നു. അപ്പം സൂര്യൻ്റെ റേസ് കാരണം
ഭയങ്കര ഭംഗിയായിട്ട് ഇലകളൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാഴ്ച എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. നമ്മൾ ഇങ്ങനത്തെ ഒരു വ്യൂ നമുക്ക് ഇവിടുന്ന് നാട്ടിൽ നിന്ന് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ഇത് നേരിട്ട് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ കാണുന്ന സമയത്ത് ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ്. നമുക്കിതന്നെ കുറേ നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ തോന്നും. കാരണം അത്രയ്ക്കും നല്ലൊരു ബ്യൂട്ടിയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ഈ ഒരു ഇവിടുത്തെ മെയിനാണ് ടെറസ്ഡ് കൾട്ടിവേഷൻ. അപ്പോൾ നമുക്കിതിങ്ങനെ കാണാൻ പറ്റും പോകുന്ന വഴിക്ക് ഒരുപാട് ചെടികൾ ഇങ്ങനെയാണ് അവർ നട്ടിരിക്കുന്നത് കേട്ടോ. ഫുൾ പ്ലേസസിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും ശരി, അങ്ങനെ ഒരു കണ്ടില്ലേ, കുറച്ച് ദൂരേക്കാണെങ്കിലും ശരി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ടെറസ്ഡ് കൾട്ടിവേഷനാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത് ഇവർ. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മളെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് പൂണ്ടി എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടുത്തെ വിശേഷങ്ങളും അടിപൊളിയാണ്, ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടുത്തെ വെള്ളുള്ളി കൃഷിയൊക്കെ നമുക്കിങ്ങനെ കാണാൻ പറ്റും. നല്ല രസമായിട്ട് വളർത്തിയിട്ടുണ്ട് അവർ. അതുപോലെ തന്നെ ക്യാരറ്റ് ആണെങ്കിലും ശരി, ഇവിടെ ഒരുപാട് കൃഷി ചെയ്യുന്നുണ്ട് ഇവരത്. അപ്പോൾ നമ്മളിങ്ങനെ ഇതിലൂടെയൊക്കെ നടന്നു നോക്കിയപ്പം എന്താ പറയുക, നല്ല കൾട്ടിവേഷൻ്റെ ആ ഒരു സ്ഥലമില്ലേ ഇപ്പം ഞാൻ പറഞ്ഞ ടെറസ്ഡ് കൾട്ടിവേഷൻ എന്ന് പറഞ്ഞത്. അപ്പം അവിടേക്കാണ് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ കാണുന്നതാണെങ്കിൽ ശരി, ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു വ്യൂ കാണുന്നത് കേട്ടോ. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത്. പിന്നെ അതാ ഇങ്ങനൊരു സ്ലോപ്പായിട്ടുള്ളൊരു സ്ഥലമുണ്ട്. അപ്പം ഇതിന് താഴോട്ടാണെങ്കിലും ശരി ഒരുപാട് കൾട്ടിവേഷൻസ് അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ അങ്ങോട്ട് അങ്ങനെ പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അവിടെ അത്ര നല്ലൊരു പ്ലേസ് അല്ല നമുക്ക് അങ്ങനെ ഇറങ്ങി പോകാനുള്ളൊരു കുറച്ച് സേഫ്റ്റിക്ക് ചെറിയൊരു പ്രശ്നം നമുക്ക് തോന്നും. പെട്ടെന്ന് നമ്മൾ എന്താ പറയുക, നല്ലൊരു കുഴി, ഒരു ആഴം ഉള്ളൊരു സ്ഥലമാണ് അവിടെ. കുഴിയല്ല, കുറച്ച് സ്ലോപ്പായിട്ടുള്ളൊരു സ്ഥലമാണ്. പെട്ടെന്ന് എങ്ങാനും കാല് സ്ലിപ്പായിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തായാലും അടുത്ത കണ്ടത്തിലുണ്ടാവും. അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ നിന്നിട്ടില്ല ഞങ്ങൾ. ജസ്റ്റ് ഇങ്ങനെ മേലേന്ന് ഞാൻ ഈ ഒരു വീഡിയോസൊക്കെ എടുത്ത് കുറേ പിക്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഗിറ്റാറൊക്കെ വെച്ച് ഒരുപാട് പിക്സൊക്കെ എടുത്തു. അതൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, എൻ്റെ ഇൻസ്റ്റയിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ കുറച്ച് വ്യൂസൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടിപൊളിയാണ്. ഭയങ്കര വെയിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കുറച്ച് വെളുത്ത പോലെ തോന്നുന്നില്ല, അത് ചിലപ്പോൾ വെയിലിൻ്റെ
ഒരു സൺറൈസ് അടിച്ചതുകൊണ്ടായിരിക്കും ചിലപ്പം. അപ്പോൾ ഞാൻ ആ ഒരു വെളുപ്പൊക്കെ കണ്ടപ്പം കുറച്ച് പ്രഹസനമായാലോ എന്ന് വിചാരിച്ച് അവളുടെ ഫോണും വാങ്ങിച്ചിട്ട് ഞാനിങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും ഞാൻ ഇൻസ്റ്റയിൽ സ്റ്റോറിയൊക്കെ ആയിട്ട് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഒരു രസം കാണാനൊക്കെ ഒരു എന്താ പറയുക കുറച്ച് ഭംഗി തോന്നിയപ്പോൾ ഞാനിങ്ങനെ എടുത്തതാണ്. എനിക്ക് ഭംഗി തോന്നി, അങ്ങനെ എടുത്തതാണത്. കുറച്ച് ഉള്ളിലായിട്ട് നടന്നിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളിത്. ഇങ്ങനെയാണ് അതിൻ്റെ ഈ പൂണ്ടിയിലുള്ള ബാക്കിയൊരു പ്രദേശങ്ങളെന്ന് പറയുന്നത്. ഫുൾ അപ്പുറത്തും ഇപ്പുറത്തും കുറേ കുഞ്ഞു കുഞ്ഞു വീടുകളായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കുറേ കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എന്താ പറയുക, ഞങ്ങൾ അങ്ങോട്ട് ചെന്നതൊരു ഇഷ്ടമാകാത്ത പോലെ ഉണ്ടോയെന്നൊരു ഇത്. അങ്ങനെ വെച്ചാൽ അവരത്ര ഒരു പ്ലസൻ്റ് ആയിരുന്നില്ല നമ്മൾ അങ്ങോട്ട് കയറി ചെന്ന് ഈ വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അധികം ഉള്ളോട്ട് പോകാൻ നോക്കിയിട്ടില്ല. ഞങ്ങൾ കുറച്ച് വേഗം തന്നെ പോയിട്ട്, അതായത് ഇനിയും അങ്ങോട്ടേക്ക് പോകണമെന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നേരമായിട്ടുള്ള റോഡാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അത്ര അങ്ങോട്ട് പോകാനും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവരുടെയൊക്കെ ഒരു ഫേസും എക്സ്പ്രഷൻസൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ നേരെ തിരിച്ചിങ്ങോട്ട് നടന്ന് പോരുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഇങ്ങനെയൊക്കെ കാണാനുള്ളൂ. നമ്മൾ ഇവിടെയൊക്കെ അല്ലേ ഇതൊക്കെ എത്രയും ഇങ്ങനൊരു സ്ട്രീറ്റൊക്കെ കാണുന്നത്. അപ്പോൾ അങ്ങനെ പോയി നോക്കിയതായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ഇവിടെ തിരിച്ച് വന്ന് നോക്കിയപ്പോഴാണ് നമ്മൾ നേരത്തെ കണ്ട സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ ജസ്റ്റ് ഒന്നുകൂടി വീഡിയോ എടുത്തത്. അപ്പം ഇവിടെയൊക്കെ ഈ കാണുന്നതൊക്കെ വെള്ളുള്ളിയുടെ കൃഷിയാണ്. പിന്നെ അതുപോലെ തന്നെ ക്യാരറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ എന്താണെന്ന് അറിയില്ല, എന്തൊക്കെയോ ഒരു കുഴിച്ചിട്ടിട്ടുണ്ട്. നമ്മളതൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ചായ കുടിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ഹോട്ടൽ കണ്ടപ്പം അവിടെ കയറി വെറുതെ ജസ്റ്റ് ഒരു ചായ കുടിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചിറങ്ങി. വളരെ നാച്ചുറലി ഞാൻ തിരിഞ്ഞിട്ടാണ് ഭയങ്കര സ്ട്രക്കാ സ്മൂത്തായിട്ട്. വണ്ടി വരും നോക്കണേ. ഇപ്പോഴാണ് നമുക്ക് വീഡിയോ എടുത്ത് മതിയായത്. അത്രയും നേരം മൂപ്പരെ കൊണ്ട് വീഡിയോ എടുപ്പിച്ച് അങ്ങനെ നടക്കുകയായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇത് ഡ്രസ്സല്ലേ നമുക്ക് എഡിറ്റ് ചെയ്തൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. പക്ഷേ പിന്നെ വിചാരിച്ചു വേണ്ട, അതുപോലെ തന്നെ അങ്ങോട്ട് അപ്ലോഡ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് അതേ ഫ്രഷ്നെസ്സോട് കൂടെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എടുത്തോളി, കളിച്ചോളി. സുക്കുന്റെ ഒരു കൈ പൊക്കണേ, മറ്റേ കൈ ഒരേപോലെ. ഓക്കെ, തുടങ്ങിക്കോ. പോട്ടെ നിർത്തല്ലേ പോട്ടെ. ഇത് അതിലും കൊള്ളാം. ഓക്കെ, അത് കൊള്ളാം. ആകാശം കിട്ടും. സെറ്റ് റെഡി. ഒന്നുകൂടി കണ്ടിന്യൂ. അങ്ങനെ ഉച്ചയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങളൊരു റെസ്റ്റോറൻറ്റ് കയറി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കുറച്ച് പേര് ഫ്രൈഡ് റൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചിക്കൻ ഫ്രൈഡ് റൈസ്. അതുപോലെ തന്നെ ചിലർക്ക് മീൽസ് ആയിരുന്നു.
അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് നല്ല എന്താ പറയുക നല്ല ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മളവിടെ നിന്ന് ഇറങ്ങാൻ കുറച്ച് ലേറ്റായി. അതിനുശേഷം നമ്മൾ നേരെ പോയത് ഇതേ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പം അവിടെ കുറേ ചോക്ലേറ്റ്സും ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഫാൻസി ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, ജ്വല്ലറി ഐറ്റംസ് ഒക്കെ, അങ്ങനത്തെ ടോയ്സ് ആണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് അതൊക്കെ കണ്ട് ഷോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നാട്ടിലേക്ക് കുറച്ച് ചോക്ലേറ്റ്സൊക്കെ നമ്മൾ വാങ്ങിക്കുമല്ലോ, അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് സെറ്റാക്കി നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വണ്ടിയിലേക്ക് കയറിയിരുന്നു. ഈ ഒരു വീഡിയോയുടെ ബാക്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളും എല്ലാവരും കൂടി പാട്ട് പാടിയിട്ടുള്ളൊരു ഇതായിരുന്നേ. പക്ഷേ എന്ത് ചെയ്യാൻ, അതിൻ്റെ ബാക്കിൽ മറ്റേ പാട്ടും കൂടി ഉണ്ടായിപ്പോയി. അതുകൊണ്ട് എന്തായാലും കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരുമല്ലോ. അതുകൊണ്ടാണ് ഇപ്പം ജസ്റ്റ് ഇവിടെ ഒന്നും ഞങ്ങൾക്ക് ഞങ്ങളെ പാട്ട് കേൾപ്പിക്കാൻ പറ്റാതായിപ്പോയത്. ഒരു രസമായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു ആ ഒരു എല്ലാവരും കൂടി പാട്ടൊക്കെ പാടിയപ്പം. പക്ഷെ എന്ത് ചെയ്യാനാ, ബാക്കിൽ ആ പാട്ട് വന്നുപോയി. ഇല്ലായിരുന്നെങ്കിൽ പൊളിക്കേനു. അങ്ങനെ ഇതേ സമയം ഈവനിങ്ങിനോട് അടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗി വേറെ തന്നെ അറിയാനുമുണ്ട്. സൺറൈസൊക്കെ പോയി ഇപ്പം ഒരു ഭയങ്കര എന്താ പറയുക നല്ലൊരു ലൈറ്റിലാണ് അപ്പോൾ കാണുന്നത്. എല്ലാ മലകളിലാണെങ്കിൽ പോലും ഇപ്പോഴും എന്താ പറയുക ഇതൊന്നും പോയിട്ടില്ല. ആ ഒരു മഞ്ഞും കാര്യങ്ങളൊന്നും ഇപ്പോഴും പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല തണുപ്പുണ്ടാവും പുറത്തെന്തായാലും. പക്ഷെ ഞങ്ങൾ ഗ്ലാസ്സൊക്കെ കയറ്റി തന്നെയായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും നാട്ടിലേക്ക് വരികയാണ്. എക്സ്പ്ലോർ ചെയ്യാൻ ഇനിയും സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ അവിടേക്കൊന്നും ഇനി പോകുന്നില്ല. നമ്മൾ ഈ ഒരു 3 ദിവസത്തെ ട്രിപ്പായിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അത് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ പൂണ്ടിയിൽ മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം അതൊക്കെ കഴിഞ്ഞ് പൂണ്ടിയിൽ പോയിട്ട് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം നമ്മൾ ഫുഡ് കഴിച്ച് നമ്മൾ വേഗം വരികയാണല്ലോ ചെയ്തത്. വേറെ എങ്ങോട്ടും പോകാനൊന്നും നിന്നിട്ടില്ല. അപ്പം എന്തായാലും അടിച്ച് പൊളിച്ചിട്ടുള്ളൊരു ട്രിപ്പ് തന്നെയായിരുന്നു ഇതെന്ന് പറയുന്നത്. കാരണം എനിക്കൊന്നും ഞാൻ തന്നെ ഉള്ളൊരു 3-4ാമത്തെ ട്രിപ്പ് എങ്ങാനാണ്. അന്താക്ഷരി മോഡ് ഓണായിരിക്കുകയാണ്. ഞാനും ദീപ്സുമാണ് ഇവിടുന്ന് ഈ ഒരു ടീമിൽ നിന്ന് ഞങ്ങൾ പാട്ട് പാടുന്നത്. ബാക്കി അനുജേട്ടനാണ് മറ്റേ ടീമിൽ നിന്ന് പാട്ട് പാടുന്നുണ്ടായിരുന്നത്. ബാക്കി എല്ലാവരും ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പാടാൻ അനുജേട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് പിന്നെ നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് ഞാനും ദീപ്സും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ 3 ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അന്താക്ഷരി വൈബ് അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം അനുചേട്ടന് പാട്ടൊന്നും കിട്ടിയില്ല, അനുചേട്ടൻ നിർത്തി. അങ്ങനെ വിന്നേഴ്സ് ആയിട്ടുണ്ടായിരുന്നത് ഞാനും ദീപ്സും ആയിരുന്നു. പക്ഷേ ഞങ്ങൾക്കൊരു ചായയൊക്കെ വാങ്ങി തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും സാരമില്ല, നാട്ടിലെത്തുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ വാങ്ങിപ്പിക്കാം. നടുവിൽ കേവലമൊരു പിടി മണ്ണല്ല, ജനകോടികൾ നമ്മെ നാമായി മാറ്റിയ ജന്മഗൃഹമല്ലോ. അപ്പുറത്ത് പാടിയ നമ്മള് ടീമായൊരു പാടിയില്ലല്ലോ, നമ്മള് കേട്ടിട്ട് കാര്യമില്ല. നമ്മള് ടീമൊക്കെ ആയി കേക്കണം കേൾക്കണങ്ങട് മണ്ഡപം തുറന്നു അങ്ങനെ പാലക്കാട് എത്തിയപ്പോഴായിരുന്നു കേട്ടോ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അവിടെ ഞങ്ങൾ നെയ്ച്ചോറും അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം അതങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചിലരൊക്കെ ചപ്പാത്തി പറഞ്ഞവരുണ്ട്, അതുപോലെ തന്നെ പൊറോട്ട, അങ്ങനെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോരുത്തരും അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വരാൻ നേരത്താണ് ഞങ്ങൾ ഈ ഒരു റീല് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ റീലൊക്കെ ചെയ്ത് അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്തിട്ട് ഈ ഒരു ഡേ 3 ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, നമ്മൾ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ
അങ്ങനെ എന്താ പറയുക, നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവരണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇനിയും കുറച്ചും കൂടി വീഡിയോസൊക്കെ ഇടാനുള്ളൊരു ഇത് വരുമല്ലോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ചാ.